നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ക്ലാസ് 7 SCERT പാഠഭാഗം, നമ്മുടെ സയൻസിലെ പാഠഭാഗം 2 ആസിഡുകളും ബേസുകളും. അപ്പോൾ എന്തിനാണ് ആസിഡുകൾ, എന്തിനാണ് ബേസുകൾ? ബേസുകൾ എന്ന് വെച്ചാൽ ആൽക്കലിയാണ്, ആൽക്കലീനെയാണ് ബേസ് എന്ന് പറയുന്നത്. അപ്പം pH 7 കുറവുള്ളവയാണ് ആസിഡുകൾ, pH 7 കൂടുതലുള്ളതാണ് ബേസ്. ആസിഡും ബേസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നോക്കാം. pH 7 കുറവാണ് ആസിഡ്, ബേസ് അഥവാ ആൽക്കലി pH 7 കൂടുതൽ. വഴുവഴുപ്പ് സ്വഭാവമില്ല, ആസിഡിന് വഴുവഴുപ്പ് സ്വഭാവമില്ല, പക്ഷേ ബേസിന് വഴുവഴുപ്പ് സ്വഭാവമുണ്ട്. ആസിഡിന് പുളിരുചിയാണ്, ബേസിന് കാരരുചിയാണ്. ആസിഡിന് പുളിരുചി, ബേസിന് കാരരുചി. അത് ആസിഡിൻ്റെ ഉദാഹരണം നാരങ്ങാ നീര്, മോര്, പുളിവെള്ളം, കഞ്ഞിവെള്ളം. കാരരുചിക്ക് ഉദാഹരണം കാരരുചി അല്ല, നമ്മൾ ബേസ് കാരരുചിയാണ്, നമ്മളെ ബേസാണ് കാരരുചി. അതിൻ്റെ ഉദാഹരണം സോപ്പ് വെള്ളം, ചുണ്ണാമ്പ് വെള്ളം, അപ്പക്കാര ലായനി, തെളിഞ്ഞ ചാരവെള്ളം. അപ്പം അടുത്ത നമുക്ക് സൂചകങ്ങൾ എന്താണെന്ന് നോക്കാം. സൂചകങ്ങൾ അഥവാ ഇൻഡിക്കേറ്റേഴ്സ്. നിറം മാറ്റത്തിലൂടെ ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങൾ. നിറം മാറ്റത്തിലൂടെ ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങൾ. സൂചകങ്ങൾക്ക് ഉദാഹരണങ്ങൾ ലിറ്റ്മസ് പേപ്പർ, മീഥൈൽ, ഓറഞ്ച്, ഫിനാഫ്തലിൻ. സൂചകങ്ങൾ നിറം മാറ്റത്തിലൂടെ ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങൾ. സൂചകങ്ങൾക്ക് ഉദാഹരണങ്ങൾ ലിറ്റ്മസ് പേപ്പർ, മീഥൈൽ, ഓറഞ്ച്, ഫിനോഫ്തലിൻ. അപ്പോൾ അടുത്ത പേജ് നോക്കാം. ലിറ്റ്മസ് പേപ്പർ. എന്താണ് ലിറ്റ്മസ് പേപ്പർ എന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. മരങ്ങളിലും പാറകളിലും മറ്റും പറ്റിപ്പിടിച്ചിരിക്കുന്ന വളരുന്ന സസ്യവിഭാഗമായ ചിലയിനം ലൈക്കണുകളുടെ സ്വത്തിൽ നിന്നാണ് നിർമ്മിക്കുന്ന ചായമാണ് ലിറ്റ്മസ്. നിറം മാറ്റം വഴി പദാർത്ഥങ്ങളുടെ സ്വഭാവം തിരിച്ചറിയാൻ സഹായിക്കുന്നു. ലൈക്കണുകളുടെ സത്ത് കടലാസിൽ പുരട്ടി ലിറ്റ്മസ് പേപ്പറും വെള്ളത്തിൽ ലയിപ്പിച്ച് ലിറ്റ്മസ് ലായനികളും ഉണ്ടാക്കുന്നു. ആസിഡുകളും ബേസുകളും. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന പദാർത്ഥങ്ങൾ ആസിഡുകളാണ്. ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്ന പദാർത്ഥങ്ങളാണ് ബേസുകൾ. ആസിഡുകളും ബേസുകളും. എന്തിനാണ് ആസിഡുകളും ബേസുകളെന്ന് നോക്കാം. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന പദാർത്ഥങ്ങൾ ആസിഡുകളാണ്. ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്ന പദാർത്ഥങ്ങളാണ് ബേസുകൾ. അപ്പോൾ ആസിഡുകൾ നീല ലിറ്റ്മസിനെ ചുവന്ന ലിറ്റ്മസ് ആക്കുന്നു. അപ്പോൾ നമ്മൾ നീല ലിറ്റ്മസ് ആണെങ്കിൽ ഒരു ആസിഡിൽ ഇതിട്ടാൽ അതൊരു ചുവപ്പായിട്ട് മാറുന്നു. പിന്നെ ബേസുകൾ ആൽക്കലി ആണെങ്കിൽ ചുവന്ന ലിറ്റ്മസ് പേപ്പറിനെ നീലയാക്കി മാറ്റുന്നു. അപ്പോൾ ആൽക്കലിയിൽ ഒരു ചുവന്ന ലിറ്റ്മസ് പേപ്പർ വെച്ചാൽ അത് നീലയായി മാറുന്നു. നീല ശംഖുപുഷ്പത്തിൽ ഒരു ഉറുമ്പിനെ കൊണ്ടുവയ്ക്കുമ്പോൾ നിറം ചുവപ്പായി മാറുന്നു, ശംഖുപുഷ്പത്തിൻ്റെ നിറം. ഉദാഹരണം ഉറുമ്പിൽ നമ്മൾ ഫോമിക് ആസിഡാണെന്ന് നമുക്ക് അറിയാം. അപ്പോൾ ഉറുമ്പിൽ ഏത് ആസിഡാണെന്ന് ചോദിച്ചാൽ ഫോമിക് ആസിഡ്.